അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ഗോൾഡ് മേടിക്കാൻ പോയാലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മാസം മാസം ഗോൾഡ് മേടിക്കലാണോ? സംഭവം അതല്ല. ഞാൻ അന്ന് വാങ്ങിച്ച മൂക്കുത്തിയില്ലേ, അത് പൊട്ടിപ്പോയി. അന്ന് വാങ്ങിച്ചപ്പോഴേ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു അത് ഡെയിലി യൂസിന് പറ്റത്തില്ല, ഫാൻസി മോഡലാന്നൊക്കെ. പക്ഷെ ഞാൻ കേട്ടില്ല. എനിക്കതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ഞാൻ മേടിച്ചു. ഒരു ദിവസം ഇട്ടു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉണ്ട് അത് ഒടിഞ്ഞിരിക്കുന്നു, വളഞ്ഞിരിക്കുന്നു. ഞാനൊന്ന് നിവർത്തിയപ്പോഴേക്കും അത് ഒടിഞ്ഞും പോന്നു. എങ്കിലത് മാറ്റി വേറൊരു മൂക്കുത്തി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പം പെട്ടെന്ന് വിനായരുടെ പ്ലാൻ മാറ്റി. എന്നാൽ പിന്നെ നമുക്ക് ഒരു മോതിരം വാങ്ങിക്കാമെന്ന്. അപ്പം ഞാനും ഹാപ്പി. എന്നാൽ പിന്നെ മോതിരം മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മൂക്കുത്തി പോലെ തന്നെ ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ മോതിരം. എല്ലാ വിരലിലും മോതിരം ഇടാൻ പറ്റിയ അത്രയും സന്തോഷമാണ്. അതും എനിക്ക് ചെറിയ ലൈറ്റ് വെയ്റ്റ് മോതിരങ്ങളാണ് എപ്പോഴും ഇഷ്ടം. ഒത്തിരി വലിയതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കുറേ മോതിരങ്ങളൊക്കെ നോക്കി, പക്ഷേ കല്ലും പവിഴും ഒന്നും വരുന്ന മോതിരങ്ങളൊന്നും വിനായറിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ സാധാ ഗോൾഡിൻ്റെ തന്നെയാണ് നോക്കിയത്. ഇതായിപ്പോൾ ഈ കാണിക്കുന്ന 3-4 മോതിരത്തിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. ഏതാ എടുത്തതെന്നുള്ളത് നിങ്ങൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്യൂ. അപ്പോൾ അങ്ങനെ മോതിരമൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് ഗോൾഡ് മേടിക്കാൻ കഴിയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഇനി ഈ മോതിരം ഒടിഞ്ഞു പോയാൽ വേറെ മേടിച്ച് തരുമെന്ന് അറിഞ്ഞൂടാ. ഇത് അത്യാവശ്യം കനത്തിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒടിയത്തില്ലായിരിക്കും.